എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. അധികം സഹിക്കുന്ന മനുഷ്യർ അവർ ദുർബലർ എന്ന് നാം ആരും കാണരുത്. അവർ ബന്ധങ്ങൾ വളരെ അധികമായി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണ്. അവർ ഒരിക്കലും അവരുടെ വേദനകളെയും അവരുടെ പ്രയാസങ്ങളെയും മറ്റാരോടും പങ്കുവയ്ക്കാറില്ല. എന്നാൽ അവരുടെ സഹനത്തിനും പരിധികളുണ്ട്. അത് കഴിഞ്ഞാൽ അവർ ആരോടും പറയാതെ അവർ മൗനമായി പിരിഞ്ഞു പോകും. അവരുടെ പിരിഞ്ഞുപോക്കലിന് ശേഷം മാത്രമേ അവരെ വേദനിച്ചവരുടെ മനസ്സ് എപ്പോഴും അവരെ തന്നെ കാർന്ന് തിന്നുകൊണ്ടേയിരിക്കും. ഇത് സർവ്വസാധാരണമാണ്. അങ്ങനെ വേദന അനുഭവിക്കുന്നവർ ആരും തന്നെ മറ്റുള്ളവരോട് പറയാൻ ഉള്ളൊരു മനസ്സിൻ്റെ ഉടമകളും ആയിരിക്കില്ല. നാം ആരിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിക്കരുത്. കഴിയുന്ന നന്മകൾ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അത് ചെയ്യുക. ഏറ്റവും നല്ല മനുഷ്യർ ആഗ്രഹിക്കുന്നത് സ്വന്തമായി ഒരു കുഞ്ഞു വീട്, സ്വന്തമെന്ന് പറയാൻ ഒരാൾ, കടമില്ലാതെ ജീവിക്കാനും അന്നുള്ള ഭക്ഷണം കിട്ടാനും വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ഒരു ചിലർ നമ്മുടെ സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അവരല്ലേ യഥാർത്ഥ ഭാഗ്യശാലികൾ. നാം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന ആയിരങ്ങളോ പതിനായിരങ്ങളോ കോടികളോ എന്തുമായിക്കോട്ടെ, അത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി സാധിച്ചാൽ ഉപയോഗിക്കാനുള്ള സാഹചര്യവും സൃഷ്ടിച്ചു കൊടുക്കുന്നതാണ് മനുഷ്യൻ്റെ നന്മയെന്ന് പറയുന്നത്. ഒരിക്കൽ നാം ഇവിടം വിട്ടുപോകേണ്ടവരാണ്. അന്ന് ഇതൊന്നും സമ്പാദിച്ച് വച്ചത് ഒന്നും നമ്മോടൊപ്പം ഉണ്ടാകില്ല. ഒരുപക്ഷെ നമ്മുടെ മക്കളും കുഞ്ഞുമക്കളും അതിനെ ഉന്മൂലനം ചെയ്യാനും അതിനെ നശിപ്പിക്കാനും അതിൻ്റെ വിലയറിയാനും അവർ മനസ്സിലാക്കില്ല. പൂർവികരും കാരണവന്മാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓരോന്നും അത് നശിപ്പിക്കാതെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുകയും മുൻ തലമുറകൾ നമുക്ക് സമ്മാനിച്ചത് ഭംഗം വരാതെ നിലനിർത്താനും ശ്രമിക്കുന്നവർ ആയിരിക്കും നാളത്തെ മനസ്സിൻ്റെ കോടീശ്വരന്മാർ. സന്തോഷത്തോടെ നേരുന്നു ഈ സുപ്രഭാതവും പകലും ത്രിസന്ധ്യയും. എല്ലാവരും നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. പ്രധാനമായി പറയാനുള്ളത്, നാം ഫേസ്ബുക്കും ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ പ്രായം എത്രയായി, എനിക്കൊരു കൂട്ട് വേണം, ഞാൻ വികലാംഗനാണ്, എൻ്റെ അച്ഛനും അമ്മയും പ്രായമായി, അവർക്കൊരു ഇങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കുറച്ച് പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റ് ചെയ്യുന്നവരോടും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: നിങ്ങൾ അർഹിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും നിങ്ങളിലേക്ക് എത്തപ്പെടും. നിങ്ങളുടെ മനസ്സ് നേരെയായിരുന്നാൽ ആ മനസ്സിൻ്റെ ഉടമയാകുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് കിട്ടുന്നത്. സോ മറ്റാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട. പ്രതീക്ഷയെല്ലാം നാം സ്വയം നമ്മുടെ ഉള്ളിൽ കൂടി അതിനെ സാക്ഷാത്കരിക്കാനുള്ള പ്രയത്നത്തിൽ കൂടി ആയിരിക്കണം നമ്മുടെ ഓരോ നിമിഷങ്ങളും നമ്മുടെ ചിന്താഗതികളും. സന്തോഷത്തോടെ ഒരിക്കൽ കൂടി നേരുന്നു ഈ ദിവസം. ഒപ്പം ഇന്ന് ലോകമെമ്പാടും പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ലൈഫ് വിഷൻ്റെയും ശ്രോതാക്കളുടെയും ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. സാധിച്ചാൽ ഈ സന്ദേശങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്കും
ഒന്ന് ഷെയർ ചെയ്യണം. കാരണം അവർക്ക് വേണ്ടി ലൈഫ് വിഷൻ എപ്പോഴും നന്മകളും അവരുടെ ജന്മദിനാശംസകളും നേരുന്നതായി അവരും അറിയട്ടെ. അതിനായി ഈ മെസ്സേജ് ഒന്ന് അവർക്ക് ഷെയർ ചെയ്യാനും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.